എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലായിട്ടുള്ള DPharm, DHI, അതുപോലെ DMLT എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളത്, അതുപോലെ വാർഷിക ഫീസ് നിങ്ങൾ ടോട്ടലായിട്ട് എത്ര രൂപ വരും എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മുഴുവൻ ഫീസ് അടക്കണോ, അല്ലെങ്കിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ മുഴുവൻ ഫീസ് അടക്കണോ, അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് ഫീസ് അടക്കാൻ പറ്റുമോ എന്നിങ്ങനെ വിവിധ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിപ്ലോമ അഡ്മിഷനും അതുപോലെ തന്നെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നിങ്ങളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റിന് ശേഷം ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയോടെ വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. മെയിൻ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്, ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന അന്നേ ദിവസം തൊട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാകും. ഏകദേശം ഒരാഴ്ചയോളമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയ കോളേജ് ആഡ് ചെയ്യാനുള്ള സൗകര്യമോ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കും. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷമാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഈ ഒരു ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് ഒരു നിശ്ചിത പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സീറ്റ് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അടക്കുന്ന ഒരു പൈസയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഓൺലൈനായിട്ടോ ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതേക്കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോവുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഓരോ കോളേജിൻ്റെ പേരും അതുപോലെ തന്നെ ഏത് കോഴ്സാണ്, അതുപോലെ തന്നെ ആ ഒരു സീറ്റ് ഗവൺമെൻറ് കോളേജാണോ അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് സീറ്റാണോ എന്നിങ്ങനെയൊക്കെ വിവിധ ആ ഒരു ഡീറ്റെയിൽസുകൾ ആ ഒരു കോളേജിനെ കുറിച്ച് നൽകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സിൻ്റെ സീറ്റ് ടൈപ്പ് ഏതാണെന്നൊക്കെ നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഓപ്ഷൻ നൽകുന്നതിനായിട്ട് ഒരു ബോക്സ് കൂടി നൽകിയിട്ടുണ്ടാകും. അതായത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അത് ആദ്യം കോളേജിൻ്റെ പേര്, അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ ഏത് കോഴ്സാണെന്നുള്ളത്, അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ ടൈപ്പ് ഏതാണ്, അത് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആണോ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റ് ആണോ എന്നിങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ നിങ്ങൾ 1, 2, 3 ഈ രീതിയിൽ ഓപ്ഷൻ നമ്പേഴ്സ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു ഓപ്ഷനെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് ആ ഒരു ഓരോ ഓപ്ഷൻ്റെ നേരെയും ഇതേ രീതിയിൽ ബോക്സ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് റിമൂവ്, അതായത് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഈ ഒരു രീതിയിൽ ഓരോ ഓപ്ഷൻ്റെ നേരെയും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിൽ നേരെ നിങ്ങൾക്ക് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യും. പിന്നീട് അടുത്ത ഓപ്ഷൻ്റെ നേരെയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നമ്പേഴ്സ് കൊടുത്ത ശേഷവും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് സേവ് ചെയ്യാനായിട്ട്, അതായത് ഓപ്ഷൻ്റെ നമ്പർ കൊടുത്തിട്ട് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളിലൊക്കെ നമ്പർ ഇട്ട ശേഷം പിന്നീട് ഏറ്റവും താഴെയായിട്ട് സേവ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുന്ന ഓപ്ഷൻസ് താഴെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ളതിൽ ഓരോ കോഴ്സിൻ്റെയും ഫീസ് എത്രയാണ്, ആ ഒരു കോളേജ് ഏത് ടൈപ്പാണ്, സ്പെഷ്യൽ ഫീസ് ഉണ്ടോ, അതുപോലെ ട്യൂഷൻ ഫീസ് എത്രയാണ് എന്നിങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഓപ്ഷൻ ആഡ് ചെയ്തതിൻ്റെ നേരെയായിട്ട് ആ ഒരു ഓപ്ഷൻ്റെ നേരെ റിമൂവ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുക. അതായത് ആദ്യം തന്നെ പറയാം, ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ആദ്യം കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഏത് കോഴ്സാണ് ഉണ്ടാവും, അതുപോലെ തന്നെ കോഴ്സല്ല കോളേജിൻ്റെ ടൈപ്പ് ഗവൺമെൻറ് ആണോ, മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജാണോ എന്നിങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ നമ്പർ കൊടുക്കാനായിട്ട്, അതായത് 1, 2, 3 ഈ രീതിയിൽ ഓപ്ഷൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ നമ്പർ കൊടുക്കാനായിട്ട് ബോക്സുകൾ ഓരോ ഓപ്ഷൻ്റെ നേരെയും ഉണ്ടാകും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ റിമൂവ് ഓപ്ഷൻ, അതായത് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്ത ശേഷം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങളുടെ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ സേവ് ചെയ്ത ഓപ്ഷനുകളൊക്കെ അവിടെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരും. അതുപോലെ ഓരോ കോളേജിലും സ്പെഷ്യൽ ഫീസ് എത്രയുണ്ട്, ട്യൂഷൻ ഫീസ് എത്രയുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത ശേഷം ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ലിസ്റ്റിൽ വരുന്നത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻ നൽകിയ ശേഷം ആദ്യം പ്രസിദ്ധീകരിക്കുക ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഈ ഒരു എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു നിശ്ചിത സമയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓപ്ഷൻസ് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനോ ഉള്ള അവസരം ഉണ്ടാവും. അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള, അതായത് ഓപ്ഷൻ്റെ നമ്പേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊക്കെയാണ് അവസരം ഉണ്ടാകുക. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 7240 രൂപയാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരിക. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 10,000 രൂപയാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ SC ST അതുപോലെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1000-ഓളം രൂപയാണ്, അതായത് 1000 ആണോ 500 ആണോ എന്നറിയില്ല, 500 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും പൈസ മാത്രമേ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള, അതായത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത്, നിങ്ങളൊരു 100 ഓപ്ഷൻ കൊടുത്തു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ്റെ മുകളിലുള്ള 1 മുതൽ 4 വരെ ഓപ്ഷനാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടും. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജസ് വരികയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരവും വരും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ്, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നാണ് പറയുക. അതായത് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടി, അതായത് ആ ഒരു സീറ്റ് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ പിന്നീട് പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലാണ് പങ്കെടുക്കാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷൻസ് നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, തേർഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ ആ ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ബാക്കി ഫീസ് നിങ്ങൾ കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് കോളേജിൽ ബേസിക് ആയിട്ട് വരുന്ന ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നിങ്ങൾക്ക് ബാലൻസ് ഫീസ് ആയിരിക്കും ഉണ്ടാവുക. ബാലൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് എത്ര രൂപയാണോ അടച്ചത് അതിൻ്റെ ബാക്കി പൈസ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ആകെ വരുന്ന ഫീസ് 7240 രൂപയാണ് ഫീസ് വരിക. എന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു 10,000 രൂപ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ബാക്കിയായിട്ട്, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ ഓരോ കോഴ്സിന് ഫീസ് വരുന്നത് 55,000 രൂപയും അതിനോടൊപ്പം ആദ്യത്തെ വർഷം സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ ഈ ഒരു 10,000 രൂപയാണ് വരിക. അപ്പോൾ ആ ഒരു 10,000 രൂപ ആദ്യം തന്നെ നിങ്ങൾ അടക്കുന്നുണ്ട് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട്. അതിനുശേഷം നിങ്ങൾ 55,000-ഓളം രൂപ അഡ്മിഷൻ സമയത്ത് തന്നെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും.
അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആകെ 500 രൂപയോളമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് സീറ്റിലാണ് സെൽഫ് ഫിനാൻസിൽ കിട്ടുന്നത് എങ്കിൽ, അതായത് ഈ ഒരു 10,000 രൂപയോടൊപ്പം നിങ്ങൾ ഒരു 27,000 രൂപ കൂടി, അതായത് 27,500 രൂപയാണ് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ മെറിറ്റ് സീറ്റിലേക്ക് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് ആദ്യം നിങ്ങൾ ഈ ഒരു 10,000 രൂപ നിങ്ങൾ അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് അടക്കുന്നു. അതിനുശേഷം മെറിറ്റ് സീറ്റിലാണ് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ കിട്ടുന്നതെങ്കിൽ 27,500 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 55,000 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു രീതിയിൽ ഫീസ് വരിക. ഈ ഒരു ഫീസ് ഗഡുക്കളായിട്ട് അടക്കാനായിട്ട് കോളേജ് അനുവദിക്കാറില്ല. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തന്നെ ഈ ഒരു ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടതായിട്ട് വരും. കാരണം മുഴുവനായിട്ട് അടച്ചിട്ടില്ല എങ്കിൽ കോളേജ് അഡ്മിഷൻ നൽകുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അതിനുശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികൾ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കുക. അതിനുശേഷം അതിൽ പങ്കെടുക്കുക. അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന അതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും അങ്ങനെ അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് താല്പര്യമില്ലാതെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാതെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ അങ്ങനെ അഡ്മിഷൻ എടുക്കാതെ പങ്കെടുക്കുന്ന സമയത്ത് ആദ്യം കിട്ടിയിട്ടുള്ള, അതായത് ആദ്യത്തെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് നടത്തുകയാണ് ചെയ്യുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഓപ്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലൊന്നും പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരിക. അതിനുശേഷം പിന്നീട് കോളേജിൽ സീറ്റ് വേക്കൻസി വരുന്ന സമയത്ത് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന പേരിലും അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരിക. അതായത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം വിദ്യാർത്ഥികൾ ഈ കോളേജിൽ ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ അടക്കേണ്ട പൈസ എന്ന് പറയുന്നത് അതായത് വിദ്യാർത്ഥികൾ അടക്കേണ്ട പൈസ എന്ന് പറയുന്നത് 7,240 രൂപ മാത്രമാണ്. ഗവൺമെൻറ് കോളേജിൽ ഏത് കോഴ്സ് കിട്ടിയാലും നിങ്ങൾ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. അതുപോലെ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് 10,000 രൂപയും, അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ 27,500 രൂപ കൂടി ബാക്കി അടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 10,000 രൂപ ആദ്യം അടച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് 55,000 രൂപ പിന്നീട് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. ഇതിനോടൊപ്പം എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിഫോമിൻ്റെ ഫീസ്, അതുപോലെ തന്നെ ബുക്ക്, അതുപോലെ തന്നെ ബസ്സിൻ്റേത്, അതുപോലെ ഹോസ്റ്റൽ വേണ്ടവർക്ക് ഹോസ്റ്റലിൻ്റേത്, അതുപോലെ PTA ഫണ്ട് എന്നിങ്ങനെയൊക്കെ എക്സ്ട്രാ ആയിട്ട് ചിലവും കൂടി വരുന്നതാണ്. പിന്നീട് സെക്കൻഡ് ഇയറിൽ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ കോളേജിൽ അടക്കുന്ന ആ ഒരു പൈസ നിങ്ങൾ പിന്നീട് അടക്കേണ്ടതായിട്ട്, അതായത് സെക്കൻഡ് ഇയറിലും അടക്കേണ്ടതായിട്ട് വരും. ഇതേ രീതിയിൽ തന്നെ സെയിം ഫീസ് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നതാണ്. എന്നാൽ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 2ാം വർഷം 7,500 രൂപയാണ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചയോടെ പ്രസിദ്ധീകരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.